സ്നേഹമുള്ളവരെ നമസ്കാരം. ഈ പെരുമ്പാമ്പ് ഇര പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല, പക്ഷേ പറയുന്ന കേടുണ്ട്. പെരുമ്പാമ്പിന് മുമ്പിൽ ഒരു ഇര പെട്ടാൽ അതിനെ മൊത്തത്തിലൊന്ന് ചുറ്റി ഞെരിച്ചു കൊല്ലും, എന്നിട്ട് അതേപടി അകത്താകും. ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അതിന് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊന്ന് ദഹിച്ചിട്ട് വേണ്ടേ എന്തെങ്കിലും ചെയ്യാൻ. നമ്മുടെ മനുഷ്യരുടെ കാര്യവും ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ഒരു ചെറിയ വായനയാണ് കേട്ടോ. കാട്ടിലൊക്കെ ജീവിച്ചിരുന്ന കാലം, ഈ കാടൻ മനുഷ്യൻ ആയിരുന്ന സമയമുണ്ടല്ലോ, ഈ കാട്ടിൽ ജീവിക്കുന്ന സമയത്ത് അതിന് മുമ്പിൽ എന്ത് പെട്ടാലും ഇടം വലം നോക്കാതെ അകത്താക്കും. പിന്നെ വെപ്രാളപ്പെട്ട് ഓടി നടക്കും ഇതിനെ എങ്ങനെയെങ്കിലും ദഹിപ്പിക്കാൻ വേണ്ടി. ഇങ്ങനെ ഈ കാടൻ മനുഷ്യൻ നാടൻ മനുഷ്യനാക്കിയതിൻ്റെ ആയതിന് പിന്നിൽ ഒരു കണ്ടുപിടുത്തമുണ്ട്. അഗ്നിയുടെ കണ്ടുപിടുത്തം. നമ്മളെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒന്ന് നോക്കിയാൽ ദഹിക്കാൻ പറ്റാത്ത എത്രയെത്രയോ കാര്യങ്ങളാണുള്ളത് അല്ലേ. നമ്മൾ പലപ്പോഴും സക്രാരുടെ മുമ്പിൽ പോയി കരയാറില്ലേ, തമ്പുരാനെ എന്നോട് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ, ഒരെണ്ണം ഇപ്പോൾ തീർന്നേ ഉള്ളൂ, അതിൻ്റെ മുമ്പേ വേറൊരെണ്ണം തന്നു. നമ്മൾ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ചില മനുഷ്യർക്ക് ദൈവത്തെ തന്നെ അങ്ങ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദഹിക്കാൻ പറ്റാത്ത ഒരു റിയാലിറ്റിയാണ്, ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള, നമുക്കൊന്നും കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത, രുചിക്കാൻ പറ്റാത്ത ഒന്നായിട്ടാണ് അവർ കാണുക. അവർക്കൊന്നും ഒരിക്കലും ദഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദഹിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ, അതിനെ ദഹിപ്പിക്കാൻ നമുക്ക് തമ്പുരാൻ ഒരു കരുത്തുറ്റ ഒരു അഗ്നി, ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. ആ അഗ്നിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, അവർ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, തമ്മിത്തല്ലാണ് ദൈവത്തിൻ്റെ പേരിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെന്താ പറയുക, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ക്ഷമയാണ്. ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അടിയുണ്ടാക്കുകയാണ്. അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നറിയോ? ആ പാവങ്ങൾക്ക് ദൈവത്തെ അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ദൈവത്തെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകളുണ്ട്, പക്ഷേ അവർക്ക് ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കമ്പാരിറ്റീവ് ഭയങ്കര എളുപ്പമാണ്. പാഠപുസ്തകങ്ങൾ, വേദപുസ്തകം നല്ലോണം പഠിച്ചാൽ മതി, ദൈവത്തെക്കുറിച്ചുള്ള കുറേ അറിവ് കിട്ടും. പക്ഷേ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടാസ്ക്കാണ്. ഒരിക്കൽ ഒരു സന്യാസി, ഒരു ചെറുപ്പക്കാരനായ യുവ സന്യാസിയാണ്, എന്നെപ്പോലെ നല്ല ചുള്ളം പയ്യനാണ്. ആളിങ്ങനെ കഠിനമായൊരു തപസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ പോകുന്ന ഇങ്ങനെ ആശ്രമത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചിന്ന പയ്യൻ സന്യാസിയുടെ അടുത്തേക്ക് വന്നു. ഒരു സന്യാസി ചോദിച്ചു, വിൽ യു പ്ലീസ് ഡിഫൈൻ ഗോഡ്, ദൈവത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ആ സന്യാസി ആ കൊച്ചിൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. അപ്പോൾ അവന് കൊച്ചിന് വലിയ സന്തോഷമായി. അവൻ തിരിച്ചു വീട്ടിലോട്ട് പോയി. സന്യാസി കഠിന തപസ്സിലേക്ക് പോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം വലിയ താടിയൊക്കെ വളർത്തി വലിയൊരു പണ്ഡിതൻ എന്ന് പറയുന്നത് ശരിയാകത്തില്ലല്ലോ, കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സന്യാസിനെ പോലെ അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഈ കൊച്ച്, ആ ചിന്ന പയ്യൻ അത്യാവശ്യം പയ്യനായി, വലിയ ചെക്കനായി, ഒരു യുവാവായി. ആ യുവാവ് പഴയ സന്യാസിയുടെ അടുത്തേക്ക് മടങ്ങി വരുവാണ്. അത് പഴയ സന്യാസിയെ കണ്ട് അദ്ദേഹം അന്ന് ചോദിച്ച അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അപ്പം അവൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ, എന്തെങ്കിലും വെറൈറ്റി ഉത്തരം കിട്ടും. ഇത്രയും വർഷമൊക്കെ കഠിന തപസ് ചെയ്തതല്ലേ, എന്തെങ്കിലും വെറൈറ്റി സാധനം കിട്ടാതിരിക്കത്തില്ല. അങ്ങനെയാണ് നമ്മുടെ സന്യാസി എടുത്ത് വന്നത്. പക്ഷെ അവൻ്റെ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മുടെ സന്യാസി പണ്ട് പറഞ്ഞ അതേ ഉത്തരം പറഞ്ഞു, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം. പക്ഷേ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു, കണ്ണുനീര് കവിൾത്തടത്തിൽ ചാല് കവി. അതെങ്ങനെ വിതുമ്പി കരയാൻ തുടങ്ങുകയാണ്. നമ്മളെ ഈ എൻ്റെ വീഡിയോ കാണുന്നവർ ദൈവത്തെക്കുറിച്ചുള്ള അറിവുള്ളതാണ്, അതുകൊണ്ടാണ് ഇവിടം വരെ അവസാനം വരെ കണ്ടിരുന്നത്. ദൈവത്തെക്കുറിച്ച് കുറേ അറിവ് നമുക്കുണ്ട്. ചോദ്യം, ദൈവത്തെ അറിയാൻ പറ്റുന്നു? ഈശോ ബൈബിളിൽ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, ഒത്തിരി വാഗ്ദാനങ്ങൾ തരുന്നു. പക്ഷേ ദ പ്രോമിസ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു വാഗ്ദാനമുള്ളൂ, അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷഭാഗമാണ് എന്ന് നമ്മൾ വായിക്കുക. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് വലിയ സമ്പാദ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട.
നമുക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ടതേ. നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് പറ, തമ്പുരാനെ, എനിക്ക് തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കണം, എനിക്ക് അറിവ് പോലെ അനുഭവം വേണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. ഓ പാവനാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ഈശോ ഇന്നത്തെ സുവിശേഷഭാഗം തുടങ്ങുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. നമുക്ക് ഈ സ്നേഹം മാത്രം മതി, ബാക്കിയൊക്കെ നടന്നു പോകും. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.